സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നന്ദൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി ഹരിവക്കീൽ പറയുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നെ എല്ലാം കേട്ടതിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. എന്തായാലും അഭിപ്രായം ഞാൻ എടുക്കാനാണല്ലോ നിങ്ങളെല്ലാവരും പറയുന്നത്. നന്ദനെ ശരിക്കും പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയാണ് വേണ്ടുന്നത്. നന്ദൻ ചെയ്ത കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങണം. അതിനുശേഷം നിയമപരമായി പോകുന്നതായിരിക്കും നല്ലത്. കുറ്റം മറച്ചു വെക്കുന്നത് പോലെ കുറ്റം മറ്റൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പ്രഭാവതി ഒട്ടും സമ്മതിക്കുന്നില്ല. എൻ്റെ മകനെ നിയമത്തിന് മുന്നിൽ കീഴടക്കാൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ മകനൊരു അബദ്ധം പറ്റിപ്പോയതാ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്ന സമയത്ത് നന്ദനും പറയുന്നു, ഹരിയങ്കിൾ പറയുന്നത് തന്നെയാണ് ശരി. ഈ ഒരു കുറ്റം മറച്ചു വെച്ചതിൻ്റെ പേരിൽ എന്തുമാത്രം പ്രശ്നങ്ങളാണ് നിരന്തരം ഉണ്ടായത്. എല്ലാ തെറ്റും ഏറ്റുപറഞ്ഞ് ശിക്ഷ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരല്പം മനസ്സമാധാനമെങ്കിലും ഉണ്ടാവും. മോനി, നീ അങ്ങനെ പറയില്ലേ, എനിക്ക് വേണ്ടിയിട്ടല്ലേ നീ കുറ്റക്കാരനായത്, ഈ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിക്കോളാം എന്നൊക്കെ പ്രഭാവതി പറയുന്ന സമയത്ത്, എന്താ താൻ ഈ പറയുന്നത്, അതിൻ്റെ ഒരു വരും വരായിക താൻ ഇനിയെങ്കിലും ഉൾക്കൊണ്ടേ പറ്റുമെന്ന് സിദ്ധു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതേസമയം ചന്ദ്രോത്ത് വീട്ടിൽ ഹരിയങ്കിൾ വന്നിട്ടുണ്ടെന്നും നന്ദന് പറ്റിയ അബദ്ധം മനസ്സിലാക്കി അതെന്താണെന്ന് വ്യക്തമായിട്ടും നന്ദനോട് ചോദിച്ച് മനസ്സിലാക്കാൻ വന്നതാണ്. അതിൻ്റെ പിന്നിൽ ദേവികയും അതുപോലെ അച്ഛനൊക്കെയാണെന്ന് രജനി മനസ്സിലാക്കുന്നുണ്ട്. രാത്രി തിരികെ വരുന്ന ഗിരിയോട് രജനിയാണെങ്കിൽ അല്പം കയർത്ത് സംസാരിക്കുന്നു. നിങ്ങളൊക്കെ എന്ത് വിശ്വസിച്ചാ അവളെ വീണ്ടും ചന്ദ്രോത്ത് വീട്ടിലേക്ക് അടുപ്പിക്കുന്നത്? സഹായിക്കാമെന്നും പറഞ്ഞ് കൂടെ കൂടി അവനെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നിരിക്കുന്നത്. എനിക്ക് ഉറപ്പാ അവളുടെ MLA സ്ഥാനത്തിന് ഇത്തിരിയും കൂടെ ഇമേജ് കിട്ടാൻ വേണ്ടി ആ പാവം നന്ദനെ അവൾ ഒറ്റുകൊടുക്കും. അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവളുടെ ഇമേജ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത്. അത് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ലേ ഗിരി എന്ന് ചോദിക്കുന്ന സമയം, നീ എന്തൊക്കെയാ രജനി ഈ പറയുന്നത്? അവളൊരു ഭാര്യയും കൂടിയാ, നന്ദൻ താലി കെട്ടിയ പെണ്ണാ. അപ്പം സ്വന്തം ഭർത്താവിനെ കുറ്റക്കാരനായി കാണാൻ ഏതെങ്കിലും ഭാര്യ ആഗ്രഹിക്കുമോ? നീ ആഗ്രഹിക്കുമോ? അതുപോലെ തന്നെയല്ലേ ദേവികയെ. നീ എന്താ ഇനി അവളെ മനസ്സിലാക്കാത്തത്? ദേവികയെ പോലൊരു പെൺകുട്ടി നന്ദന് കിട്ടിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യ. ദേ രജനി, അവൾ MLA ആയപ്പം തൊട്ട് തുടങ്ങിയതാണ് നിൻ്റെ ഈ ഒരു കുശുമ്പ്. ഇനിയെങ്കിലും നീ അത് മനസ്സിൽ നിന്ന് മാറ്റിയേ പറ്റൂ. ഇത്രയും വിഷമത്തിലൂടെ കടന്നു പോകുന്ന ദേവികയെ നീ ഒരുപാട് കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ട് തന്നെയാണ് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. ഇപ്പോഴും നിനക്കൊരു മാറ്റമില്ലല്ലോ. എനിക്ക് മാറ്റമില്ല, നിങ്ങളൊക്കെ തന്നെയാണ് മാറിയത്. അവളെ അന്ധമായി സ്നേഹിച്ചും വിശ്വസിച്ചും. എനിക്കല്ല മാറ്റം, നിങ്ങൾക്ക് ഓരോരുത്തർക്കുവാ എന്നൊക്കെ പറഞ്ഞ് രജനിയാണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട്. പാവ എൻ്റെ സഹോദരൻ, എന്ത് പറ്റിയാലും നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമവും കാണില്ല, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞ് രജനി അങ്ങ് ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോകുന്നു. അതേസമയം ഗിരിയോട് അമ്മ വന്ന് പറയുന്നുണ്ട്, രജനി മോളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ദേവികയോടുള്ള ആ ഒരു ദേഷ്യത്തിനെ തുടർന്നാണ് ഇത്രയും വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അത് മാറാതെ രജനി മോൾ പഴയതുപോലെ ആകില്ല. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും അമ്മ. അമ്മ എന്തായാലും സമാധാനിക്കുമെന്ന് പറഞ്ഞ് ഗിരീഷ് ആണെങ്കിൽ അകത്തേക്ക് പോകുന്നു. അതേസമയം CP അരുന്ധതിയെ കാണാനായിട്ട് അരുന്ധതിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അരുന്ധതിയോട് CP ചോദിക്കുകയും ചെയ്യുന്നു, എന്താ മേഡം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് മേഡം ഓഫീസിലെ ഒരു കാര്യങ്ങളും വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ഋഷിയെക്കുറിച്ചുള്ള വേദനയിലാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എങ്കിലും ഋഷി എങ്ങോട്ടോ യാത്രയിലാണെന്ന് മേഡം തന്നെയല്ലേ വിശ്വസിക്കുന്നത്. അവൻ മടങ്ങി വരും. ഇങ്ങനെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കാതിരുന്നു കഴിഞ്ഞാൽ ബിസിനസ് ഏത് രൂപത്തിലാകുമെന്ന് വല്ല പിടുത്തമുണ്ടോ? എനിക്ക് മനസ്സിലാകുന്നു CP, അത്യാവശ്യമുള്ള ഫയലുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി. പിന്നെ അത്യാവശ്യ കാര്യത്തിന് ഞാൻ അങ്ങോട്ടേക്ക് ഓഫീസിലേക്ക് വരുന്നല്ലോ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മേഡം. മേഡം പഴയതുപോലെ ബിസിനസ് എന്ന് പറഞ്ഞ് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകൂ. ഇപ്പം തന്നെ ഒരുപാട് ക്ലയൻസ് പിന്മാറിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അന്നേരം CP ഇവിടെ ഇരിക്കുക, ഞാനൊരു ചായ എടുക്കാം എന്ന് പറഞ്ഞ് അരുന്ധതിയാണെങ്കിൽ അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് CP മുഖം ഒന്ന് കഴുകാൻ നിന്ന് മുഖവും കൈയൊക്കെ കഴുകി ആ മിററിലൂടെ നോക്കുമ്പോഴത്തേക്കും ഋഷിയെ കാണുന്നുണ്ട്. ഋഷിയാണെങ്കിൽ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരുമായിരുന്നു കെവിനെയും ബെല്ലയും കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഋഷിയുടെ ഏക സുഹൃത്തുക്കളെന്ന് പറയുന്നത് കെവിനും ബെല്ലയും മാത്രമേ ഉള്ളൂ. മറ്റാരും, എന്തിനേറെ പറയുന്നു ഋഷിയുടെ സുഹൃത്തുക്കൾ പോലും ഋഷി ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം അറിയില്ലല്ലോ. അമ്മയ്ക്കും ബെല്ലയ്ക്കും കെവിനും മാത്രമേ ഈ ഒരു സത്യം അറിയുള്ളൂ. അപ്പം കണ്ണാടിയിൽ കണ്ടത് ഋഷിയുടെ മുഖം തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ ഞെട്ടലോടെ CP തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഋഷിയും CPയും പരസ്പരം നോക്കി നിൽക്കുവാണ്. ഋഷിയാണെങ്കിൽ ആകെ പെട്ടുപോയി എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുന്നു. അപ്പോഴാണ് അരുന്ധതി ചായയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അരുന്ധതിക്ക് മനസ്സിലാകുന്നു CP തൻ്റെ മകനെ കണ്ടെന്ന്. ഋഷി എപ്പോൾ വന്നു? ഋഷി വന്ന കാര്യം എന്നിട്ട് മേഡം എന്നെ വിളിച്ച് പറഞ്ഞില്ലല്ലോ. അത് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ലായിരുന്നു ഞാൻ. അതെന്താ മേഡം അങ്ങനെ പറയുന്നത്? എത്രയും പെട്ടെന്ന് കേസ് പിൻവലിക്കണം. ഋഷിയെ കാണാനില്ലെന്ന് പറഞ്ഞ് കേസൊക്കെ കൊടുത്തിട്ടില്ലായിരുന്നോ?
അതും പറ്റില്ല എന്ന് ഋഷി എടുത്തടിച്ചങ്ങ് പറയുന്നുണ്ട്. അപ്പം CP ഇതെന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ പകച്ചു നിൽക്കുവാണ്. അതേസമയം അരുന്ധതി CPയോട് പറയുന്നു, CPക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ സംഭവിച്ചു, അതെന്താണെന്ന് ഞാൻ പറയാം എന്നും പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്നുണ്ട്. എല്ലാം കേട്ട് ആകെ അന്താളിച്ച് നിൽക്കുവാണ് CP. എന്നിട്ട് ഒരു കാര്യം CP തീർത്തു പറയുന്നു, ഈ കാണിക്കുന്നതും ചെയ്യുന്നതൊന്നും ഒട്ടും യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എത്രയും പെട്ടെന്ന് ഈ ഒരു ഒളിച്ചുകളി അവസാനിപ്പിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് മറ്റാരേക്കായും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് ഋഷി തന്നെയായിരിക്കും. അറിയാലോ, നന്ദൻ എന്ന് പറയുന്നത് ഒരു MLAയുടെ ഭർത്താവാ, അത് മറക്കണ്ട. അത് തന്നെ ഞാൻ എപ്പോഴും ഋഷിയോട് പറയുന്നത്. പക്ഷേ ഇവനിതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഋഷിയെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ഋഷി ആകെ കലിയോടെ നോക്കി നിൽക്കുന്നു.